എടി എനിക്കെന്താടി പുരസ്കാരം ഒന്നും കിട്ടാ? എനിക്ക് ഇതിനേക്കാൾ വലിയൊരു പുരസ്കാരം കിട്ടാനാ. സരോവർ പുരസ്കാരം വാങ്ങാൻ തലസ്ഥാന നഗരിയിലേക്ക് പറക്കാൻ ഒരുങ്ങിക്കോ അഖിലേ. പക്ഷെ അത് വാങ്ങാൻ ഞാൻ അനുവദിക്കില്ല. അത് കൊന്നിട്ടാണെങ്കിലും. ഞാനും ഒന്ന് ആദരിക്കണ്ടേ? ആരും അറിയാതെ വർഷാവർഷം 50 കോടിയിലേറെ രൂപ മുടക്കി സാമൂഹ്യ സേവനം നടത്തി വരികയായിരുന്നു ഞാൻ. അത് നീയായിട്ട് പത്രമാധ്യമങ്ങളെയും ഭരണാധികാരികളെയും അറിയിച്ച് എനിക്ക് അംഗീകാരങ്ങളും ബഹുമതികളും വാങ്ങിത്തന്നു. അതിന് എന്റെ വകയായിട്ടിരിക്കട്ടെ ഈ പൂച്ചുണ്ട്. മീഡിയക്കാർ നിൽക്കുന്നു, നമ്മള് സുഹൃത്തുക്കളാണെന്ന് അവരെങ്കിലും കരുതിക്കോട്ടെ. ഇതങ്ങോട്ട് വാങ്ങിച്ചോട്ടെ. ഒരു ബൂമറാങ് പോലെ നിന്റെ നേരെ തന്നെ വന്നിരിക്കുക. ഇൻകം ടാക്സുകാരി എന്റെ പിറകെയല്ല, നിന്റെ പുറകെയാ. ഏതായാലും നാഗമഠത്ത് പ്രിയങ്ക പകൽക്കിനാവ് കണ്ടതല്ലേ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കിനാവ് പാഴാക്കണ്ട. ഇപ്പൊ നിന്റെ കമ്പനിയുടെ എല്ലാ ഓഫീസുകളിലും മേളം നടക്കുക. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കൺസ്ട്രക്ഷൻ നടക്കുന്ന വെയർഹൌസിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്നാ എടുത്തിരിക്കുന്നതെന്ന്. ആന്റി, എനിക്കറിയില്ല. കൊള്ളാം. പിന്നെ നീ എന്തിനാ കമ്പനി കയറി ഇറങ്ങുന്നേ? പാവപ്പെട്ട ദാസേട്ടന്റെ മേൽ പഴി ചുമത്താനോ? ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അറിയില്ലാന്ന് വെച്ചാ? ആന്റി, ഞാൻ ഓക്കെ, നന്ദനെ വിളിച്ചു ചോദിക്കാം. ആന്റി, നന്ദന ഇവിടെ ഇല്ല, ഓഫീസിൽ പോയി. എങ്കിൽ നന്ദനയുടെ മൊബൈലിൽ വിളിച്ച് ചോദിക്ക്. ശരി. ആന്റി, അവളെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് ഞാൻ അനുഭവിച്ച അപമാനത്തിന് അവളോട് പകരം ചെയ്തിരിക്കുന്നു. രണ്ടെണ്ണവും പരസ്പരം അടിച്ച് ചാകണം. ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെന്നായയായി വിലാസിനി ഉണ്ടാകും തൃച്ചംബരത്ത്. എങ്ങനെ കൊതിയൊന്നുമില്ല പച്ചമാങ്ങ കഴിക്കാൻ? അതൊന്നുമല്ല. ഈ മാങ്ങ ആര് പ്രിപ്പയർ ചെയ്തതെന്ന് അറിഞ്ഞാ നീ കണ്ണിച്ചോരല്ലാതെ ഇങ്ങനെ പറയില്ല മോനെ. ഇതുണ്ടാക്കിയത് എന്റെ പെങ്ങളാ, അതായത് നിന്റെ കെട്ടിയോള്. എന്താ ഇനി കഴിച്ചൂടെ? വേണ്ട, നീ കഴിച്ചു. ഞാൻ താഴെ പോയി കല്യാണിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചോളാം. സാധാരണ എന്തു കൊണ്ടുവന്നാലും എനിക്ക് തരാതെ കഴിക്കുന്നവന് ഇവനെന്തു പറ്റി? എന്തെങ്കിലും ആവട്ടെ. ഹലോ, പാചകറാണി. വല്യുഞ്ഞോ? ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ ഒന്ന് കാത്തു നിൽക്കാൻ തുടങ്ങിയെന്നറിയോ? ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, കാര്യം കെട്ടിയോളൊക്കെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഓഹോ, അങ്ങനെ. അതിരിക്കട്ടെ, എന്താ വേണ്ടത്? എടുക്ക, ഒരു പച്ചമാങ്ങ. അയ്യോ, ഞാൻ പച്ചമാങ്ങ അരിഞ്ഞ് ഉപ്പും മുളകും ഒക്കെ ഇട്ട് സുബ്രേട്ടന്റെ കയ്യില് അങ്ങോട്ട് കൊടുത്തു വിട്ടായിരുന്നല്ലോ. അത് അവന്റെ അനിയത്തി കൊടുത്തു വിട്ടാണെന്ന് പറഞ്ഞ് അവൻ തന്നെ തിന്നോണ്ടിരിക്കുക. എനിക്ക് വേറെ എടുക്കും. മച്ചു, കട്ടുറുമായ കൊല്ലുന്നില്ല ഞാൻ. പോ. എന്റെ മാവും പൂക്കും. പോടാ.
നടക്കട്ടെ നടക്കട്ടെ. പറയരുത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകൾക്ക് ഷെയർ മാർക്കറ്റിംഗിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് നാണക്കേട്. ഒരു കാര്യം ചെയ്യും, ഷെയർ മാർക്കറ്റിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നന്ദന, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ പോരാ, ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഗംഗ പറയുന്നത് കേട്ട് പഠിക്കും. കമോൺ. വെരി ഗുഡ് ഗംഗ. ഒരു സ്കൂൾ അധ്യാപിക പറഞ്ഞു കൊടുക്കുന്നത് പോലെയാ ഗംഗ നന്ദനിക്ക് പറഞ്ഞു കൊടുത്തത്. അഖിലാന്റിയുടെ മുന്നിൽ വെച്ച് എന്നെ പഠിപ്പിച്ച് ഇവൾ ആളാകാൻ നോക്കാണല്ലോ. ബാക്കി കേട്ടോളൂ. ഗംഗ, ഞാൻ ആക്ച്വലി നല്ല ടയേർഡാ. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. വല്ലാത്ത തലവേദന. അത് കലക്കി. അവള് വെളറി വെളുത്ത അകത്തേക്ക് പോയത്. ഈശ്വര, മൊബൈല് മൊബൈലെടുത്ത ലക്ഷണം ഇല്ലല്ലോ. എന്തേ, എന്തുപറ്റി? നിന്റെ മുഖം അങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നെ? എന്തേ, സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. അസുഖമൊന്നുമില്ലേ? പിന്നെന്തോ പറ്റി? ഞാൻ ആരാണെന്ന് നാളെ കാണിച്ചു കൊടുക്കാം അവൾക്ക്. ഏറ്റില്ലേ? ഏറ്റു. വലിയ ഞെണിറ്റ് ബെഡി കിടക്ക്. ഞാനൊരു തമാശയ്ക്ക് താഴെ കിടന്നതല്ല കല്യാണി. എന്റെ ഉള്ളിലുണ്ടൊരു സങ്കടം. അത് തീരാനുള്ള വ്രതത്തിലാ ഞാൻ. വല്യുഞ്ഞിന്റെ ഉള്ളില് സങ്കടോ? എന്ത് സങ്കടം? എന്ത് ചോദ്യ കല്യാണി ഇത്? കാത്തു കാത്തിരുന്ന വസന്തം വഴിമാറി പോകുമ്പോ സങ്കടം ഉണ്ടാവില്ലെന്നാണോ കല്യാണി പറയുന്നത്? ദേ, ഈ പാതിരാത്രിക്ക് വല്യുഞ്ഞിന്റെ സാഹിത്യമൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഇത് സാഹിത്യമൊന്നുമല്ല, സത്യം. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി. പോരാത്തതിന് നിയമപ്രകാരം രജിസ്റ്റർ വിവാഹം കഴിച്ചു. എന്നിട്ടും നീ അവിടെയും ഞാനിവിടെയും. ഇതിനൊരു അവസാനം വേണ്ടേ? കിടന്നാ മതി. ഇതെന്താ? ഇത് വല്യുഞ്ഞിന് വേണ്ടി സാരികൾ വെച്ച് ഞാൻ തുന്നിയുണ്ടാക്കിയതാ. നിലത്തേ കിടക്കുള്ളൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഇത് വിരിച്ചു കിടന്നാ മതി.
ഉം. അന്വേഷിക്കും. ഞാൻ പോട്ടെ. ഏയ് അയ്യോ വിടു വലൂഞ്ഞേ. ദേ അമ്മായച്ചനെ കുറിച്ച് നന്നായിട്ട് അറിയാന്നല്ലേ. അമ്മായി അച്ഛന്റെ കാര്യങ്ങളൊക്കെ മരുമകനായ ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ കെട്ടിയോന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്ക. ഓ അതാണോ കാര്യം? ഞാൻ തരാം, വിട്. കവളത്തൊരു ഉമ്മ തന്നാ പോരെ? തൽക്കാലം അത് മതി. എന്നാ വിട്. ഉം. കേടാ കണ്ണടക്കി. ഉം. ഏയ് കല്യാണി. തോന്നല്ലോ. ആ കല്യാണി, എന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? എന്തോ മനസ്സിന് നല്ല സുഖമില്ല കല്യാണി. ഓ ഗംഗ, അവളെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. അവളെ ഇനി ഇങ്ങനെ വിട്ടൂടാ. വിട്ട അവളെനിക്ക് സ്വസ്ഥത തരില്ല. എന്താ കാര്യം? പറയാം. ആ ഗംഗ ഒരു പായസം ഉണ്ടാക്കിയുണ്ട്, ഒരു കാശിന് കൊണ്ട്. ഗംഗയുടെ കൊമ്പൊടിക്കണം അതല്ലേ? അതിന് ഞാൻ സഹായിച്ചാലോ? അവൾ അഖിലാന്റിയുടെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ചു നിൽക്കണം. അതെനിക്കൊന്ന് കാണണം. അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ഗംഗ തോറ്റ് തല കുനിച്ച് നിൽക്കല്ലേ വേണ്ടത്? നമുക്ക് ഒരു പാചക മത്സരം നടത്തിയാലോ? ഈ ഗംഗയ്ക്ക് പാചകം ചെയ്യാനൊന്നും അറിയില്ല. മാഡം ഗംഗയെ ഒരു പാചക മത്സരത്തിന് വെല്ലുവിളിക്കണം. അതും ഒരാൾ അടുക്കളയില്ല. എന്തു പറയുന്നു? എന്നാ പിന്നെ താമസിക്കണ്ട, നന്ദന തന്നെ ആവട്ടെ ഫസ്റ്റ്. എന്നാൽ ഇവിടെ ഇങ്ങനെ അല്ല, ഞാനവിടെ പാചകത്തിന് ഇവിടെ വാ ഞാൻ പെട്ടു. ഇരിക്കെ. എന്നിട്ട് ആ വെയർ ഹൗസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. അതിന്റെ അക്കൗണ്ട്സ് ഒക്കെ എനിക്കൊന്ന് ക്ലിയർ ആക്കി തരണം. ഓക്കെ? ഓഡിറ്ററോട് സംസാരിക്കണോ? സംസാരിക്കും. തുടങ്ങിക്കോ. ഞാൻ തൊട്ടടുത്തേനെ ഉണ്ടെന്ന് കരുതിയാ മതി. ധൈര്യമായിട്ട് തുടങ്ങിക്കോ. എങ്ങനെ ഉണ്ടാക്കണം, അതിലെന്തൊക്കെ ചേർക്കണം, എങ്ങനെ വേവിക്കണം, എല്ലാം അടുത്തു നിന്ന് പറഞ്ഞു തരുന്ന പോലെ ഞാൻ പറഞ്ഞു തരാം. ശരി, ഓക്കെ. ശരിയാക്കി തരാം. എന്താ അവിടെ കള്ളി
എന്താ? എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എന്നാ പോ. ശരിയേ. എന്തിനെ? അവളെ ശല്യം ചെയ്യും. അവള് പാചകത്തിന്റെ കൂട്ടുകളാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നിനക്ക് തോന്നിയാ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അവളെ ശല്യം ചെയ്യണം. അത് ഞാൻ ഏറ്റു ആന്റി. എന്നാ ചെല്ല്. ശരി. പിന്നെ അവളുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചോണ്ട് വരണ്ട. ചെല്ല് ചെല്ല്. ശരി, ഞാൻ നോക്കിക്കോളാം. ആന്റി, കേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത്, ഉപ്പ് അധികാവരുത് കേട്ടോ, ഇത് 4 കൂടി വേവിക്കണം. കല്യാണി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ കല്യാണി. ഈ സാരിക്ക് എത്ര വിലയായി? കാളൻ അത് വെന്ത് നന്നായിട്ട് ഉടയുമ്പോ അതിലേക്ക് നെയ്യ് ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം. നന്നായിട്ട് വരണ്ടോട്ടെ, നന്നായിട്ട്. പിന്നെ തേങ്ങ ചിരണ്ടി എടുക്കണം. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. തൈരിലാണ് അരയ്ക്കേണ്ടത്. തൈരില് കല്യാണി കളിയാക്കൊന്നും വേണ്ട. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഈ സാരിയുടെ വില എത്രയായി? അത് നന്നായിട്ട് ഉടച്ച് തൈരിലോട്ട് അങ്ങ് ചേർക്കണം. നന്നായിട്ട് ഇളക്കി ചെറുതായിട്ട് ചൂടായി വരുമ്പോ ചെറുതായിട്ട് അപ്പോഴേക്ക് തീ ഓഫ് ചെയ്യണം. കല്യാണി പോ. പിന്നെ ഇറക്കി വെക്കുമ്പോ സൂക്ഷിക്കണം, ചൂടാണ്, കൈകൊള്ളാൻ പാടില്ല. കറക്റ്റ് കറക്റ്റ്. നിന്റെ ഒരു കാളനും കീളനും ഒന്ന് പോടി. അയ്യോ, ഹലോ, ഇനി ഓലൻ ഉണ്ടാക്കാം. ആദ്യം മത്തങ്ങ എടുക്ക്. ചേമ്പ് വിത്തുകൊണ്ട് ഉണ്ടാക്കാം, അതിപ്പോ വേണ്ട. കുറച്ച് വൻപയർ എടുത്ത് കുക്കറിൽ വേവിക്കും. എന്നിട്ട് ഞാൻ പഠിച്ച പണി 18 പയറ്റി നോക്കി. ഞാൻ സാരിയുടെ കാര്യം പറഞ്ഞപ്പോ അവൾ എന്നെ കാളൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. സത്യം പറയാലോ, കാളന്റെ കൂട്ട് കേട്ടപ്പോ എന്റെ വായില് കപ്പലോടുന്ന അവസ്ഥയായി പോയി. അപ്പൊ അതിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ ആന്റി? ഒരെണ്ണം തന്നാലുണ്ടല്ലോ അവളുടെ വായും കപ്പലും. അവളെ ശല്യം ചെയ്യാൻ പറഞ്ഞു വിട്ടപ്പോ കാളനും കൂട്ടി സദ്യ കഴിച്ച് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ നിന്നെ എന്തിനു കൊള്ളാം. ഗംഗെ, അവളെല്ലാം പറഞ്ഞു കൊടുത്തു കാണും. ഇത് അവളും മറ്റവളും തമ്മിലുള്ള ഒത്തുകളിയാ. എന്തൊക്കെയാ ഉണ്ടാക്കിയത്? കാളനുണ്ടാക്കിയത് നമുക്കറിയാം. അതൊക്കെ ഡൈനിങ് ടേബിളിൽ വരുമ്പോ കണ്ടാ മതി. അയ്യോ, ആന്റി പോയി. ആന്റി, ആന്റി,
കഴിഞ്ഞോ ഗംഗേ? കഴിഞ്ഞ ആന്റി. സുജാത, മാഡം, കിച്ചണിന്ന് ആ ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ നിരത്ത്. അതെ, ഇതിലേതൊക്കെ ആരൊക്കെ ഉണ്ടാക്കിന്നൊന്ന് പറയാവോ? അല്ല, എന്റെ സഹധർമ്മിണി എന്താണോ ഉണ്ടാക്കിയത്? കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആരുണ്ടാക്കിയെന്ന് പറഞ്ഞാ പോരെ. ആന്റി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ആന്റി തെറ്റിദ്ധരിക്കരുത്. ആന്റി, ഇത്രയൊക്കെ പറയുന്ന ആന്റിക്ക് അറിയാവോ പാചകം ചെയ്യാൻ? എന്തിന്? ഒരു ചായ ഇടാനെങ്കിലും അറിയാമോ? എനിക്ക് പാചകം അറിയില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞ്? കൃഷ്ണേട്ടാ, എന്റെ പാചകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ. ബിസിനസ്സിൽ എന്നതുപോലെ തന്നെ പാചകത്തിലും അഖില ഒന്നാമതാണ്. ടവലെടുത്തു തരൂ. ആനന്ദ്, അരവിന്ദ്, അമ്മയുടെ ഭക്ഷണം എങ്ങനെയുണ്ട്? ഇന്നേ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി പോയനെ. അത്രയ്ക്ക് ഗംഭീരായിട്ടുണ്ട്. ആ കല്യാണി, പാചകകലയില് കല്യാണിയുടെ 1ാം സ്ഥാനമൊക്കെ പോയിട്ടോ. ഇത്രയും രുചിയുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കാൻ ഈ ജന്മം എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ സ്വയം ചെറുതാകേണ്ട കല്യാണി. 2ാം സ്ഥാനം കല്യാണിക്ക് തന്നെ. ഈ അടുത്തൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കല്യാണി. എന്റെ ഈ സന്തോഷത്തിന്റെ കാരണക്കാരി ആരാണെന്ന് പറയാമോ? കല്യാണി, നീയാണിതിന് കാരണം. എന്തൊക്കെയാ മാഡം പറയണേ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലെന്നോ? കല്യാണിയാണ് എന്നെ വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. ഗംഗ എന്നെ അപമാനിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ച് നിൽക്കുമ്പോ എനിക്ക് ഇത്തരം ഒരു ഐഡിയ പറഞ്ഞു തന്നത് കല്യാണിയാണ്.
ഐഡിയ പറഞ്ഞു തന്നത് മാത്രമല്ല, അത്രയേറെ നല്ല വിഭവങ്ങൾ എന്നെ കൊണ്ടുണ്ടാക്കിച്ചത് കല്യാണിയുടെ മാത്രം കഴിവാ. അതുകൊണ്ട് ആ ഗംഗയുടെ മുന്നില് തല ഉയർത്തി നിൽക്കാൻ എനിക്ക് പറ്റും. എന്റെ അനുജത്തി നാഗമെടുത്ത് ഗംഗയുടെ മുന്നിൽ തോൽക്കാതെ നോക്കേണ്ടത് തൃച്ചംബരത്തെ മൂത്ത മരുമകളായ എന്റെ കടമയാണ്. ഞാനത് ചെയ്തു. കല്യാണി, കൈനീട്ട്. ഇത് എന്റെ വക ഒരു സമ്മാനം. അയ്യോ, നിന്റെയൊക്കെ സന്തോഷം ഞാനിപ്പോ തീർക്കുന്നുണ്ട്. വീട് ഗംഗേ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ സമാധാനപ്പെട്. ഞാൻ നാണം കിട്ടില്ലേ? അഖിലന്റെ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ആ കല്യാണിയുടെ അസിസ്റ്റന്റ്. ആ നന്ദന എങ്ങനെ ജയിച്ചു? അവൾ എങ്ങനെ ഇത്രയും കറികൾ ഉണ്ടാക്കി? ഇതിലെന്തോ മറിമായി നടന്നിട്ടുണ്ട് ആന്റി. അതെ, അരി കഴുകി അടുപ്പത്ത് വെക്കാൻ പോലും ഈ നന്ദനയ്ക്ക് അറിയില്ല. അവക്കൊരു ചുക്കും അറിയില്ല. ഇനി ജയന്തി പറഞ്ഞതുപോലെ കല്യാണി സംഭവിക്കാം. അവൾ ആരാണെന്നാ നിന്റെ വിചാരം? കൂർമ്മ ബുദ്ധിക്കാരിയാ കല്യാണി. അവസരങ്ങളെ മുതലാക്കാൻ പഠിച്ചവൾ. തൃച്ചംബരത്തെ ഓരോരുത്തരെയും അവളുടെ വശത്താക്കാൻ കഴിയുന്ന ഒരവസരവും അവള് പാഴാക്കില്ല. ആന്റി, അതെ, ആ നന്ദനയ്ക്ക് പാചകം പറഞ്ഞു കൊടുത്തത് കല്യാണി തന്നെയാ. നേരാണോ നീ പറയുന്നൊക്കെ? അതെ ആന്റി, ഞാൻ നേരിട്ട് കണ്ടതാ. പാചകം പഠിപ്പിച്ചു കൊടുത്തതിന് നന്ദന 2 പുതിയ സ്വർണ്ണ വളയാ കല്യാണിക്ക് കൊടുത്തത്. നന്ദനയുടെ മുറിവാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ടാ ഞാൻ കണ്ടത്. കല്യാണി രക്ഷപ്പെടുത്തിയില്ലേ? അന്ന് തുടങ്ങിയ സോഫ്റ്റ് കോർണർ അവക്ക്. നമ്മൾ സൂക്ഷിക്കണം ഗംഗെ. തൃച്ചംബരത്ത് നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയാ. ഊണിലും ഉറക്കത്തിലും കരുതിയിരിക്കണം നമ്മള്. നമുക്ക് ചിത്രഗുപ്തനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാം. ആ പുസ്തകത്തിലേക്ക് ഒരേ സമയം നമ്മുടെ 2 പേരുടെ പേരെ എഴുതി ചേർക്കാൻ. ഈ കൃഷ്ണേട്ടന്റെ ഒരു കാര്യം. അശോ, ഞാൻ മറന്നു. ഗുളിക കഴിച്ചില്ലല്ലോ. ഞാൻ പോയി എടുത്തിട്ട് വരാം. അതെ അഖില, ഇന്ന് ഗുളിക വേണ്ട. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി നാവിൽ കുറച്ചു നേരം കൂടെ അങ്ങനെ ഇരുന്നോട്ടെ. ഇന്നൊരു ദിവസത്തേക്ക് ഗുളിക കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരി, എന്നാ കൂടുതൽ മഞ്ഞുകൊള്ളാതെ ഈ സ്നേഹമുള്ള അഹങ്കാരി വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. യെസ്, കിട്ടിപ്പോയി. എന്റെ സ്റ്റെല്ലേ, ഒരു മാരിവില്ല് പോലെ വന്ന് മോഹം തന്നിട്ട് മായുകയാണോ നീ എന്നിൽ നിന്നും? ഹൃദയത്തിൽ നിന്നും ഒരു പനിനീർപ്പ് അടരും പോലെയാണ് നീ കടന്നു പോകുമ്പോ എന്റെ വികാരം. നീ ചിരിതൂകി നിന്നാ എനിക്ക് ചുറ്റും ഒരു പൂങ്കാവനം. നീ എന്നോടൊന്നും മിണ്ടിയ എനിക്ക് ചുറ്റും സുരവൃന്ദാവനം. നീ കടന്നു പോകുന്ന വഴികളിൽ കുടകപ്പാലുകൾ പൂത്ത സുഗന്ധം. സ്റ്റെല്ല,
നിന്റെ മന്ദസ്മിതം എത്ര മായിക വസന്തം. ആ ആ, ഇത് കൊള്ളാം. ആ ശരി എന്നാ. നിക്ക്, നീ ഇതെവിടെ പോവാ? അത് അത് ഞാൻ എന്റെ പെങ്ങളെ കണ്ട് ഇത്തിരി ചൂടുവെള്ളം കുടിച്ചിട്ട് വരാം. അത് ഇവിടെ വരുത്താം. അതൊന്നും വേണ്ട. ഒരു ആങ്ങളുടെ അധികാരത്തിൽ ചെന്ന് വാങ്ങിക്കുടിക്കുന്നതാ എനിക്കിഷ്ടം. ഓ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അടിച്ചെടുത്ത കവിതയൊന്നും എനിക്ക് വേണ്ട. സ്വന്തമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചൊല്ലിയാ മതി. എന്തു പറ്റി? അത് സഭാകമ്പേ. അതിന് ഇവിടെ വലിയ സഭയൊന്നുമില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അത് കവികൾക്ക് ഒരാളാണെങ്കിലും അതൊരു സഭയാണ്. ഒരു കാര്യം ചെയ്യാം, ക്ഷണ നേരം കൊണ്ട് ഒരു കവിത ഞാൻ രചിച്ച് വാട്സപ്പിലേക്ക് അയച്ചുതരാം.